അമ്മയായിട്ടൊരു യാത്ര പോയാലോ എന്ന് വിചാരിച്ചു. അമ്മ അങ്ങനെ യാത്രകളൊന്നും ചെയ്യാറില്ല. അമ്പലങ്ങളിലാണെങ്കിൽ മാത്രമേ അമ്മ ഓക്കെ പറയാറുള്ളൂ കേട്ടോ. പിന്നെ അമ്പലത്തിൽ തന്നെ പോവാന്നങ്ങ് കരുതി. ദേ ആ കാണുന്ന മല ഉണ്ടോ, അതാണ് തിരിച്ചിട്ട പാറ കേട്ടോ. നെടുമങ്ങാടുള്ള എല്ലാവർക്കും അതിനെപ്പറ്റി അറിയായിരിക്കും. അവിടെ ഒരു ഹനുമാൻ കോവിലൊക്കെ ഉണ്ട്. അതിന്റെ മുകളിൽ നിന്ന് നോക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദാ കൊല്ലത്തെത്തി. കൊല്ലത്തുനിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ നമുക്ക് പോവേണ്ട സ്ഥലത്തേക്ക് കേട്ടോ. അപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ എവിടെയാ പോകുന്നതെന്നൊക്കെ. അങ്ങനെ നമ്മൾ ദാ സ്പോട്ടിൽ എത്തിയിട്ടുണ്ടേ. കായലിന്റെ നടുക്കൂടെയാണേ പോകുന്നേ. തോണിയിലാണ് ഇത്തവണത്തെ യാത്ര. അങ്ങനെ പോയിട്ടൊന്നുമില്ല തോണിയിൽ. അമ്മ പറഞ്ഞു എങ്കിൽ ഇത്തവണ നമുക്ക് തോണി പോയാലോ എന്ന്. അപ്പത്തേനും ഞാനും അങ്ങ് സമ്മതിച്ചു. എനിക്ക് തോണി കയറാൻ പേടിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നതേ. അപ്പതേ നോക്കിയേ, ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവൂലേ എവിടെയാണ് ഞാൻ പോയതെന്ന്. അതെ, കാട്ടിൽ മേക്കതിലാണ് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോണം എന്ന്. അങ്ങനെ പോയതാണേ. ആ വ്യൂ ഒക്കെ കാണാൻ എന്ത് രസമാണല്ലേ. ഇത്തവണ ആള് കുറവായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഇപ്പൊ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്ന കേട്ടു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം തിരക്ക് കുറവായിരുന്നു. അതെ, ഈ വിഷ്വൽ എടുക്കുന്ന അമ്പലം അടച്ചതിന് ശേഷമാണ് കേട്ടോ. അത് ആരും ഇല്ലാഞ്ഞത്. നിറച്ച് മണികളും. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു മണിയും ഉണ്ട്. എൻ്റെ ആഗ്രഹവും നടക്കുമായിരിക്കുമല്ലേ. അതെ, അവിടെ ഇവിടെയൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലം അടച്ചിട്ടു കണ്ടോ. നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അതെ, അതിന് ചുറ്റും വലം വയ്ക്കുന്ന ചേച്ചിമാരും ഉണ്ട് കേട്ടോ. താമസിച്ച് വന്നവരാണ്. ഇത് അമ്പലം തുറന്നിരുന്നപ്പോൾ എടുത്ത വിഷ്വലാണ് കേട്ടോ. ഓക്കെ, എന്ത് ആൾക്കാരെന്ന്. പക്ഷെ നേരത്തെ അത്ര ഇല്ല കേട്ടോ. ഇന്ന് കുറവായിരുന്നു. എന്തെന്നറിയില്ല, ഉത്സവം കഴിഞ്ഞുകൊണ്ടായിരിക്കാം എന്നാണ് അവിടെയുള്ളൊരു ചേച്ചി പറഞ്ഞത്. അമ്മയ്ക്ക് പിന്നെ പൊങ്കാലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി പൊങ്കാലയും കൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അതെ, പൊങ്കാലയ്ക്ക് അധികം ആൾക്കാരില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ആളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പതിയെ കടൽ കാണാൻ ഇറങ്ങി. അമ്മ അതേ കടൽ കാണുന്നുണ്ടോ. അമ്മയാണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വരത്തില്ല കേട്ടോ, വീഡിയോയുടെ മുമ്പിൽ. അതാ മുഖം കാണിക്കാഞ്ഞ്. വീഡിയോ എടുക്കുന്നു വിചാരിച്ചപ്പോഴേ തന്നെ അമ്മ അങ്ങ് തിരിഞ്ഞു. അമ്മ ഹാപ്പിയാണ്, അപ്പം ഞാനും ഹാപ്പിയാണ്. അപ്പോൾ വേണ്ടേ, കടലൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുവാണേ അമ്മ. എന്നിട്ട് പോവാന്നും പറയുന്നുണ്ടേ. താമസിച്ചായിരുന്നു. ദേ അമ്മ ഓടുക, കാരണം നല്ല താമസിച്ചിട്ടുണ്ട്. വാന്ന് വിളിച്ചോണ്ടാ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ നടന്ന് പൊക്കോണ്ടിരുന്ന സമയത്താണേ ഒരു സാധനം കണ്ടേ അവിടെ. നോക്കിയേ, ഇവിടെ നിറച്ചുള്ളതാണേ ഞണ്ടിൻ്റെ കാലാണ്. ഇത് മാത്രമേ ഉള്ളൂ, അതും വലിയ ഞണ്ടിൻ്റെ കാലുകളാണേ. അവിടെ മൊത്തം ഉണ്ട്. പട്ടികളൊക്കെ ഇതാ എടുത്തുകൊണ്ടൊക്കെ പോകാൻ നോക്കുന്നുണ്ടേ. അങ്ങനെ നമ്മളിതാ തിരിച്ചിറങ്ങി. കടകളെല്ലാം അടച്ചായിരുന്നു കേട്ടോ. തിരിച്ചും തോണിയിൽ തന്നെയാണ് കേട്ടോ യാത്ര. പിന്നെ ബായ്, ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ.